ഗൈസ്, അപ്പോൾ ഈ കാണുന്നത് അൻപുലിപ്പറയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കുന്ന പന്തലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ ഈ പോകുന്നത് അമ്പലത്തിലേക്കാണ്. ഉത്സവത്തിന് മുന്നേ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വഴിയിലൊക്കെ സീരിയൽ ബൾബ് ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അമ്പലത്തിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ പോയത് കുളത്തിലേക്കാണ്. എന്തിനാണ് പോയെന്ന് നമുക്കറിയാം. കുളത്തിൽ മീനെ കാണാനാണ്. മീൻ നമ്മളെ കണ്ടപാട് രണ്ടും കൂടെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മളെ പറ്റി തന്നെയാണ് ഗൈസ്, നമ്മളെ പറ്റി തന്നെയാണ്. അങ്ങനെ എന്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിതൊക്കെ വരുന്നതിന് മുമ്പേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അവിടെ നിന്ന് കറങ്ങിയിട്ട് നേരെ നമ്മൾ കുറച്ച് നേരം കുളത്തിലൊക്കെ നിന്ന് രണ്ടും കൂടെ നിന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേഗം മാറിക്കോ, അവിടെ നിന്ന് രണ്ടും ഇല്ലെങ്കിൽ രണ്ടും കൂടെ പറ്റി പിടിച്ച് അവിടെ ഇരിക്കും. കാരണം അതിൽ കൂടെ സീരിയൽ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്, കറണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ദേ മീനെയൊക്കെ കണ്ടിട്ട് അൻഷിക കെഞ്ചുകയാണ്, ടോയ്സിന് വേണ്ടിയിട്ട് കെഞ്ചുകയാണ്. അവിടുന്ന് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഏതോ ഒന്നിൽ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ലേറ്റ് എന്തോ ഒന്ന് എഴുതിയിട്ട് ഇങ്ങനെ സ്വിച്ചിൽ ഞെക്കുമ്പോൾ മാറുന്നത്. അങ്ങനെ ദേ ഒരാൾ പേരെഴുതി നോക്കുന്നുണ്ട്, സഖീന്ന്. അങ്ങനെ അത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, എൻ്റെ ഫ്രണ്ട് വാങ്ങി കൊടുത്തു. പിന്നെ രണ്ടും കൂടെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അടുത്ത പ്ലാൻ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഫ്ലോട്ടും താലപ്പൊലിയും പിന്നെ അമ്പലത്തിൽ വരുന്ന ചേട്ടന്മാരും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കവിടെ നമ്മൾ ഇടിച്ചവിടെ താഴെ ഇടും. അതിനേക്കാളും നല്ല നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതേ റോഡിലെത്തിയപ്പോൾ വീണ്ടും ഒരു കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കട. അപ്പം വീണ്ടും എൻ്റെ കണ്ണ് അങ്ങോട്ട് ഇടയ്ക്ക്. കാരണം ഞാൻ ഇവർക്കൊന്നും വാങ്ങി കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് കറങ്ങുകയാണ്. ഈ പിള്ളേരാണെങ്കിൽ കൺഫ്യൂഷനാണ്, എന്ത് വാങ്ങണം. അങ്ങനെ എന്തൊക്കെയോ വാങ്ങി രണ്ടുമായിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ വഴി എത്തിയപ്പോഴത്തേനും ഇതേ അവിടെ അൻപലിപ്പറയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വഴിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. അത് അമ്പലത്തിലേക്ക് ഉള്ള ഈ ഒരു അമ്പലത്തിലേക്ക് മാത്രം നമ്മൾ റോഡിലൊക്കെയാണ് അൻപലിപ്പറ ഇടുന്നത്. വീട്ടിലേക്ക് വരത്തില്ല. ഈ ഒരൊറ്റ ദിവസമേ ഉള്ളൂ പറയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേന് കുറേ സമയം കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കമ്പം കത്തുന്നുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ. അങ്ങനെ ഇതേ പറയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇതേ പോവാണ് കേട്ടോ. ഇതിൻ്റെ പിറകിലായിട്ട് DJയും കാര്യങ്ങളും പിന്നെ ഒരു ഫ്ലോട്ടും എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ സമയം എടുക്കുവേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബലൂൺ ചേട്ടൻ്റെ രോദനമാണ് ഈ കാണുന്ന. പിള്ളേരെ മുമ്പിൽ കൊണ്ടുവച്ച് ഇങ്ങനെ കാട്ടി കാണിക്കുകയാണ്. പക്ഷേ നാനൂട്ടൻ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ അവിടെ പിന്നെ ഓക്കെ ആയിട്ട് നിന്നോളും. അങ്ങനെ ഞങ്ങളതിൽ ഓക്കെ ആയിരുന്നു. പിന്നെ DJയും പിള്ളേരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് അൻഷിക ഇവിടെ ആറാടുകയായിരുന്നു. അങ്ങനെ DJ ഒക്കെ വന്നു, പിള്ളേരൊക്കെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്കൊന്നും കളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഇടിച്ചവർ താഴെ ഇടും. ആ ലെവലിലായിരിക്കും എല്ലാവരും വരുന്നത്. അങ്ങനെ DJ കഴിഞ്ഞു. DJയുടെ പിറകിൽ ദേ ഈ ഒരു ഫ്ലോട്ടും. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ചെറിയൊരു ഉത്സവമായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഇഷ്ടമല്ലാത്തൊരു അൺസബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.